പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മൾ രാശിചക്രം എന്താണെന്നും ഓരോ രാശിയുടെയും പേരുകളും അവയുടെ അധിപനായ ഗ്രഹങ്ങൾ ഏതാണെന്നും സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് ഗ്രഹനിലയെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഇന്നലെ പറഞ്ഞ രാശിചക്രത്തിൽ ഒരാൾ ജനിക്കുമ്പോൾ ഉണ്ടായ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനം മാർക്ക് ചെയ്യുന്ന ആ ഡയഗ്രമാറ്റിക് പിക്ചറാണ് ഗ്രഹനില. അത് പറഞ്ഞല്ലോ. അതായത് പ്ലാനറ്ററി പൊസിഷൻ. പ്ലാനറ്ററി പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു ജ്യോത്സ്യൻ തയ്യാറാക്കി തരുന്ന ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രഹനിലയ്ക്കകത്ത് നമുക്ക് ചില അക്ഷരങ്ങൾ കാണാൻ കഴിയും. ഈ അക്ഷരങ്ങളും നമുക്ക് ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്, ഏതൊക്കെ അക്ഷരങ്ങൾ ഏതൊക്കെ ഗ്രഹങ്ങളെ കുറിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഗ്രഹനിലയിൽ നമുക്ക് ഗു എന്ന് പറയുന്നത് ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ഗു. ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. വ്യാഴത്തെ നമ്മൾ ജ്യോതിഷപ്രകാരം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഗുരു അല്ലെങ്കിൽ ഗു എന്നാണ്. അടുത്തത് മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദൻ എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് മന്ദൻ എന്ന് പറഞ്ഞാൽ മന്ദഗതിയിൽ പോകുന്നത്, മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ചിട്ട് പതുക്കെ പോകുന്നതാണ് മന്ദൻ. ഇവിടെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് പതുക്കെ പോകുന്നത് ശനിയാണ്. ആക്ച്വലി ശനി പോകുന്നത് വളരെ വേഗത്തിലാണ്, ഭൂമിയെക്കാട്ടിലും വളരെ വേഗത്തിലാണ്. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അത് വളരെ പതുക്കെ പോകുന്നതായിട്ട് തോന്നും. അതാണ് റിലേറ്റിവിറ്റി. ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ വളരെ പതുക്കെ പോകുന്നതായിട്ട് തോന്നും. അപ്പം എന്ന് പറയുന്നത് ശനിയാണ്. എന്തുകൊണ്ടാണ് ശനി പതുക്കെ പോകുന്നതായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ സർക്കുലർ നമ്മൾ ഇന്നലെ പറഞ്ഞ ഈ സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ 12 ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ഒരു രാശി എന്ന് പറയുന്നത്. ഒരു രാശി എന്ന് പറഞ്ഞാൽ 12 ഡിവൈഡ് ചെയ്യുന്നതാണ് ഇങ്ങനെ. ഇതിലൊരു ഭാഗമാണല്ലോ 30 ഡിഗ്രി. അപ്പം നമ്മൾ ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ അങ്ങോട്ട് പോകുന്തോറും ഈ ആർക്കിൻ്റെ നീളം കൂടിക്കൂടി വരും. ഈ ആർക്കിൻ്റെ നീളമാണ് സഞ്ചരിക്കാൻ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂര്യനടുത്ത് നിൽക്കുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം ഇതിനേക്കാൾ കൂടുതൽ ആർക്കാണ്? ശനിക്കാണ്. താഴെയുള്ള മറ്റ് ഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആർക്കിന് ലെങ്ത് ശനിക്കായതുകൊണ്ട് ഈ മറ്റ് ഗ്രഹങ്ങൾ ശനി വരെ നമ്മൾ എടുക്കത്തുള്ളൂ. ശനി വരെ നമ്മളെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ശനി വരെ നമ്മൾ ഈ ജ്യോതിഷത്തിൽ പരിഗണിക്കുന്നുള്ളൂ. അപ്പം ശനിക്ക് മുമ്പുള്ള മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ചിട്ട് ഇതിനാണ് ഈ ആർക്ക് കൂടുതൽ. അപ്പോൾ ആർക്ക് കൂടുതലെന്ന് പറയുമ്പോൾ അത് സഞ്ചരിക്കാനുള്ള ദൂരം മറ്റ് ആർക്കിനേക്കാൾ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ശനിയെ മന്ദൻ എന്ന് വിളിക്കുന്നത്. ഈ ആർക്കിന് നീളം കൂടുതലാണ്, അപ്പോൾ സഞ്ചരിക്കുന്ന ദൂരം കൂടുതലാണ്. അപ്പം കമ്പയർ ചെയ്യുമ്പം ഇതാണ് മറ്റ് ആർക്കിനെ അപേക്ഷിച്ച് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സ്ലോയിൽ പോകുന്നിടത്ത് തോന്നും. ദൂരം കൂടുതലാകുമ്പോൾ സ്ലോയായി തോന്നും. ഒരേ ദൂരം കൂടുന്തോറും സ്ലോ ആണ് നമുക്ക് തോന്നും. അങ്ങനെയാണല്ലോ. ഒരേ നല്ല വേഗതയിൽ പോയാലും നമ്മൾ ചെറിയ ദൂരം പോകുന്ന ഒരാളുടെ മുമ്പിൽ വലിയ വേഗതയിൽ പോകുന്ന വലിയ ദൂരത്ത് പോകുന്ന ഒരാൾ വളരെ പതുക്കെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മൾ എളുപ്പം എത്തിച്ചേരും. ഇപ്പം നമ്മൾ 1 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നു. 1 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ നടന്ന് 1 മിനിറ്റ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരാൾ നമ്മൾ 1 കിലോമീറ്റർ യാത്ര ചെയ്താലും അയാൾ പിന്നെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മളെക്കാട്ടിൽ വേഗതയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അയാൾ മന്ദനാണ്, പതുക്കെ പോകുന്നത്, മന്ദഗതിയിൽ പോകുന്നത്. അപ്പോൾ അതാണ് ശനി എന്ന് പറയുന്നത് ഈ മന്ദൻ എന്ന് വിളിക്കാൻ കാരണം അതിൻ്റെ ആർക്കിൻ്റെ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ദൂരം കൂടുതലായതുകൊണ്ട്, അതിന് ഒരേ കോണിക്കൽ ഡിസ്റ്റൻസിൽ സഞ്ചരിക്കുന്ന ദൂരം കൂടുതലായതുകൊണ്ട് അത് മറ്റ് ഗ്രഹങ്ങളുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം അത് പതുക്കെ പോകുന്നതായിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് മന്ദൻ. അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ശനി. അടുത്ത് നമുക്ക് ഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യത്യാസമൊന്നുമില്ല. ശുക്രൻ എന്ന് പറയുന്നതാണ് ആ ഗ്രഹത്തിൻ്റെ പേരും. നമ്മൾ ഉപയോഗിക്കുന്ന ശുക്രൻ തന്നെ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ശു. അത് സംശയമൊന്നുമില്ല. പിന്നെ നമുക്കടുത്ത് രാ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. രാ എന്ന് പറഞ്ഞാൽ രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. നമ്മൾ സൂര്യനെ കുറിക്കുന്ന ലെറ്റർ രാ എന്നാണ്. മലയാള ജ്യോതിഷത്തിൽ നമ്മുടെ കേരളത്തിലെ ജ്യോതിഷികൾ മലയാളത്തിൽ രാ എന്നാണ് സൂര്യനെ കുറിക്കുന്നത്. സ്വരാ മീൻസ് രവി, സൂര്യൻ. അടുത്തത് ബുധൻ. അത് ബുധന് വ്യത്യാസമൊന്നുമില്ല. ബുധൻ അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. ബുധൻ്റെ ആദ്യത്തെ അക്ഷരം ബു. പിന്നെ ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. പിന്നെ കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുജൻ എന്നുള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് കു. ഇത് കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വ എന്ന ഗ്രഹത്തിന് നമ്മൾ ജ്യോതിഷത്തിൽ കുറിക്കുന്ന ലെറ്റർ കു എന്നാണ്. അത് കുജൻ എന്നുള്ള ചൊവ്വയുടെ ഒരു പര്യായമാണ്. ചൊവ്വയെ കുജൻ എന്നാണ് വിളിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ കാരണം പിന്നെ സംസാരിക്കാം. പിന്നെ ച എന്ന് വെച്ചാൽ ചന്ദ്രൻ. അതിൻ്റെ ഷോർട്ട് ഫോം ചന്ദ്രൻ തന്നെ. അപ്പോൾ ഇതാണ് 1, 2, 3, 4, 5, 6, 7 ഇത് 7 സപ്തഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു.
സപ്തഗ്രഹങ്ങളിൽ നിന്ന് 5 ഗ്രഹങ്ങൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ തന്നെ. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഈ 5 സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ബാക്കി നമ്മൾ പറഞ്ഞ സൂര്യനും ചന്ദ്രനും ചന്ദ്രൻ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹവും. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഗ്രഹമല്ല, സൂര്യനെ ചുറ്റിയാണ് ഈ ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സൂര്യൻ ഈ രാശി മാറി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വരാൻ കാരണം? അതൊരു കൺസെപ്റ്റാണ്. അതായത് ആക്ച്വലി സൂര്യനല്ല, ഇത് സയൻസാണ്. സൂര്യൻ കറങ്ങുന്നില്ല, സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ കറങ്ങുന്നതായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഭൂമി നിൽക്കുന്നുണ്ടാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കറങ്ങുന്നതായിട്ട് കാണാം, ഭൂമി കറങ്ങുന്നുണ്ടാണ്. മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്നുകൊണ്ട് നിശ്ചലമായ ഒരു ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ബോഡി നമുക്ക് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ഇതാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിൽ നമ്മളൊരു സയൻസിലെ പ്രതിഭാസമാണത്, ഫിസിക്സിനകത്ത്. അപ്പോൾ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് സൂര്യൻ തിരിയുന്നതായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ജ്യോതിഷത്തിൽ നമ്മൾ നിൽക്കുന്ന ഭൂമി സ്റ്റേഷനറി ആയിട്ടും സൂര്യൻ കറങ്ങുന്നതായിട്ടും പരിഗണിക്കുന്നു. അതാണ് നമ്മൾ ഗ്രഹത്തിലേക്ക് കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയാണ്. ഗ്രഹനിലയ്ക്കകത്തിൽ സൂര്യൻ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത് സൂര്യൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ രാശി മാറ്റമാണ്. ഭൂമിയുടെ മൂവ്മെൻറ്റാണ് ഈ സൂര്യൻ്റെ മൂവ്മെൻറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി സൂര്യൻ മൂവ് ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് ചൊവ്വയിൽ മനുഷ്യവാസം ഉണ്ടെങ്കിൽ ചൊവ്വയിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകത്തിൽ കൂ കാണത്തില്ല. പകരം എന്താ കാണും? ഭൂമി കാണും. ഭൂമിയുടെ ഭൂ കാണും. അവിടെ കൂവിന് പകരം രായ വർക്ക് ചെയ്യുന്നത് സൂര്യൻ്റെ. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സൂര്യൻ്റെ കൺസെപ്റ്റ്. സൂര്യൻ ആക്ച്വലി രാശി മാറുന്നില്ല, ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൂമി നമ്മളെ സ്റ്റേഷനറി ആയിട്ടും നിൽക്കുമ്പോൾ ഭൂമി നമ്മൾ സ്റ്റേഷനറി ആയിട്ട് വരികയാണ്. ഭൂമി നിൽക്കുന്ന ഒരാൾക്ക്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി നിൽക്കുന്ന ഒരാൾക്ക് സൂര്യൻ കറങ്ങുന്നതായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. ആ തോന്നലിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണിത് ഈ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഗ്രഹത്തിലാണോ കുട്ടി ജനിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ പേര് ഗ്രഹത്തിലേക്ക് കാണത്തില്ല. പകരം അവിടെയെല്ലാം എന്താണ്? സൂര്യൻ ഉണ്ടാവും. ആ സൂര്യൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഗ്രഹത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ്. ഓക്കെ. ഇനിയും ചന്ദ്രൻ നമുക്കറിയാം. ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അപ്പം നമ്മൾ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകത്തിൽ ചന്ദ്രൻ കാണും. പക്ഷേ മറ്റ് ഗ്രഹത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകത്തിൽ ചന്ദ്രൻ കാണത്തില്ല, അതിൻ്റെ ഉപഗ്രഹം കാണും. അതാണ്. അപ്പോൾ ഈ എന്ന് പറയുന്നതും ഈ മറ്റ് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അപ്പോൾ വേറെ ഗ്രഹത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിയുടെ ജാതകത്തിൽ ചന്ദ്രന് പകരം ആ ഗ്രഹത്തിൻ്റെ ബൈ പ്ലാനറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹം ഉണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ 7 ഗ്രഹമായി. ഇനി അടുത്തത് കഴിഞ്ഞു. സായും ഷിയും. ഈ എന്ന് പറയുന്നത് സായും ഷിയും ആക്ച്വലി ഗ്രഹങ്ങളല്ല, അത് വിർച്വൽ ഗ്രഹങ്ങളാണ്. ശരിക്കും അത് ഗോളങ്ങളല്ല, അതൊരു യാഥാർത്ഥ്യമല്ല, അതൊരു വിർച്വൽ ഒരു സാങ്കല്പിക ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. രാഹുവിനെ നമ്മൾ സർപ്പനെന്നും കേതുവിനെ ശിഖി എന്നും വിളിക്കുന്നു. ശിഖി. അപ്പോൾ രാഹുവിനെ രാഹു സർപ്പൻ. ഈ സർപ്പൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ശിഖിയുടെ ആദ്യത്തെ ഷി. ഈ 2 രാഹുവും കേതുവും പരസ്പരം എപ്പോഴും 180 ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ 180 ഡിഗ്രി ആംഗിളിലായിരിക്കും. നോക്കൂ, അതായത് രാഹുവിൽ നിന്നും 7, രാഹു മുതൽ 7 1 2 3 4 5 6 7, അല്ലെങ്കിൽ ശിഖി മുതൽ 1 2 3 4 5 6 7 പരസ്പരം 7 നിൽക്കുന്നത്. പരസ്പരം 7 നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫേസ് ആണ്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, 150 ഡിഗ്രി ആംഗിളിലായിരിക്കും നിൽക്കുന്നത്. എപ്പോഴും രാഹു എവിടെ നിന്നാലും ഏത് ജാതകം എടുത്ത് നോക്കിയാലും ഏത് ഗ്രഹത്തിലെടുത്ത് നോക്കിയാലും ജാതകത്തിൽ സായും ഷിയും സർപ്പൻ അല്ലെങ്കിൽ രാഹുവും കേതുവും പരസ്പരം 180 ഡിഗ്രിയിലായിരിക്കും. അവ തമ്മിൽ 7 കോളത്തിൻ്റെ കൗണ്ട് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഈ ആക്ച്വലി എന്താണ് രാഹുവും കേതുവും എന്നുള്ളത്? അത് വളരെ പ്രധാനമാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രാഹുവും കേതുവും എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.